ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 14. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാ ദൈവം ചൈവാത്ര പഞ്ചമം. വിവർത്തനം. അധിഷ്ഠാനം അഥവാ ശരീരം, കർമ്മം ചെയ്യുന്ന ആൾ, കരണങ്ങൾ അഥവാ ഇന്ദ്രിയങ്ങൾ, നാനാവിധത്തിലുള്ള ഉദ്യമങ്ങൾ, പരമാത്മാവ് എന്നിവയാണ് കർമ്മത്തിൻ്റെ 5 ഘടകങ്ങൾ. ഭാവാർത്ഥം: അധിഷ്ഠാനമെന്നാൽ ശരീരം. ശരീരസ്ഥനായ ആത്മാവ് കർമ്മഫലങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് കർത്താവെന്ന് പറയപ്പെടുന്നു. കർത്താവെന്നാൽ ചെയ്യുന്നവൻ. അറിയുന്നവനും പ്രവർത്തിക്കുന്നവനും ആത്മാവാണെന്ന് ശ്രുതിയിൽ പറയുന്നു. ഏഷ ഹിദ്രഷ്ടാ സൃഷ്ട എന്ന് പ്രശ്നോപനിഷത്ത് 4:9. ജ്ഞോത ഏവ 2:3-18. കർത്താശാസ്ത്രാർത്ഥവത്വാദ് 2:3-33 എന്ന് വേദാന്ത സൂത്രം. കർമ്മോപകരണങ്ങളായ ഇന്ദ്രിയങ്ങളെ ആത്മാവ് പല വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. ഓരോ കർമ്മത്തിനും പിന്നിൽ വ്യത്യസ്തമായ ഓരോ ഉദ്യമമാണുള്ളത്. പക്ഷേ ജീവാത്മാവിൻ്റെ സകല പ്രവൃത്തികളും തൻ്റെ സുഹൃത്തായി ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ളവ തന്നെ. ആത്യന്തികമായ കാരണം സർവേശ്വരനത്രേ. ഈ നിലയിൽ ഹൃദയസ്ഥനായ പരമാത്മാവിൻ്റെ കൽപ്പനയനുസരിച്ച് കൃഷ്ണാവബോധ പ്രവർത്തനം നടത്തുന്നവർ സ്വാഭാവികമായും കർമ്മബദ്ധരല്ല. സമ്പൂർണ്ണ കൃഷ്ണാവബോധമുള്ളവർ ആത്യന്തികമായി സ്വകർമ്മങ്ങൾക്ക് ഉത്തരവാദികളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം പരമമായ ഇച്ഛയെ, പരമാത്മാവിനെ, കൃഷ്ണ ഭഗവാനെ ആശ്രയിച്ചിരിക്കും. ശ്ലോകം 15. ശരീരവാക്മനോഭിര്യത് കർമ്മ പ്രാരഭതേ നരഃ ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ. വിവർത്തനം. ന്യായമാവട്ടെ അന്യായമാവട്ടെ മനുഷ്യൻ തൻ്റെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയാൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും കാരണം ഈ 5 ഘടകങ്ങളാണ്. ഭാവാർത്ഥം: ന്യായം, അന്യായം എന്നീ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയങ്ങളാണ്. ന്യായമായ കർമ്മം എന്നാൽ ശാസ്ത്ര നിർദ്ദിഷ്ടമായതെന്നർത്ഥം. അതിന് വിരുദ്ധമായ കർമ്മം അന്യായവുമാണ്. ഈ 2 വിഭാഗങ്ങളിൽപ്പെട്ടതായാലും കർമ്മം നിറവേറ്റാൻ മുൻപറഞ്ഞ 5 ഘടകങ്ങൾ കൂടിയേ കഴിയൂ. ശ്ലോകം 16. തത്രൈവം സതി കർത്താരമാത്മാനം കേവലം തു യഃ പശ്യത്യാകൃതബുദ്ധിത്വാ ന സ പശ്യതി ദുർമതിഃ. വിവർത്തനം. ഈ 5 ഘടകങ്ങളെയും കണക്കിലെടുക്കാതെ താൻ തന്നെയാണ് കർത്താവെന്ന് വിചാരിക്കുന്നവൻ തീർച്ചയായും ബുദ്ധിമാനല്ല. അയാൾക്ക് സംഗതികൾ യഥാതഥം കാണാനും കഴിയില്ല. ഭാവാർത്ഥം: പരമാത്മാവ് തൻ്റെ സുഹൃത്തെന്ന നിലയിൽ ഹൃദയത്തിലിരുന്നു കൊണ്ട് കർമ്മങ്ങൾ നടത്തുന്നുവെന്ന് ഒരു മൂഢന് അറിഞ്ഞുകൂടാ. ഭൗതിക കാരണങ്ങൾ, ശരീരം, കർത്താവ്, കരണങ്ങൾ അഥവാ ഇന്ദ്രിയങ്ങൾ, പ്രയത്നം എന്നിവയാണെങ്കിലും ആത്യന്തിക കാരണം പരമദിവ്യോത്തമ പുരുഷൻ തന്നെ. അതുകൊണ്ട് മേൽപ്പറഞ്ഞ 4 ഭൗതിക ഹേതുക്കളെ മാത്രം കർമ്മത്തിന് കാരണമായി കാണരുത്. പരമവും കർമ്മക്ഷമവുമായ കാരണത്തെയും ഓർക്കണം. ഈ പരമപുരുഷനെ കണ്ടറിയാത്തവനാണ് താൻ തന്നെ കർത്താവെന്ന് വിശ്വസിക്കുന്നത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.